രണ്ടാം ലോകമഹായുദ്ധത്തെ അനുസ്മരിക്കുന്ന ഏറ്റവും വിനാശകരമായ യുദ്ധത്തിനാണ് യൂറോപ്പ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കടുത്ത മാനസിക പ്രതിസന്ധി, സാമ്പത്തിക വെല്ലുവിളികൾ, ഭൗമരാഷ്ട്രീയ പിരിമുറുക്കം എന്നിവയ്ക്ക് കാരണമായ റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരം ആളിക്കത്തിക്കാനായിരുന്നു യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകി അമേരിക്കയും സഖ്യകക്ഷികളും ആദ്യം മുതൽക്കേ ശ്രമിച്ചിരുന്നതും. യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ ഇരുഭാഗത്തും അതിൻ്റേതായ അലയൊലികൾ അവശേഷിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ യുദ്ധത്തിനിടയിൽ അമേരിക്ക റഷ്യയുടെ സമ്പദ്വ്യവസ്ഥയെ കാര്യമായി തന്നെ നോട്ടമിട്ടിരുന്നു. റഷ്യയുടെ സാമ്പത്തിക ശക്തിയെ ക്ഷയിപ്പിക്കുന്നതിനായി നിരവധി ഉപരോധങ്ങളാണ് അമേരിക്കയും കൂട്ടരും രാജ്യത്തിനുമേൽ ഏർപ്പെടുത്തിയത്. എന്നാൽ അതൊന്നും റഷ്യയെ തെല്ലും ഭയപ്പെടുത്തിയില്ല. ആഗോള വെല്ലുവിളികൾക്കിടയിലും 2025 റഷ്യൻ സമ്പദ്വ്യവസ്ഥ സാമ്പത്തികമായി മുന്നേറ്റം നടത്തുമെന്ന അന്താരാഷ്ട്ര നാണയനിധിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ശത്രുപക്ഷത്തിന് ഇത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വർഷം രാജ്യത്തിന്റെ GDP 1.4% വളർച്ച കൈവരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഏറ്റവും പുതിയ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. തങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ശക്തമായ സാമ്പത്തിക വികസനമാണ് ഉണ്ടായതെന്ന വിവരമാണ് ലഭിച്ചതെന്ന് IMF സാമ്പത്തിക വിദഗ്ധൻ പിയറി ഒലിവിയർ ഗൗറിഞ്ചാസ് പറഞ്ഞു. ശക്തമായ ആഭ്യന്തര ഉപഭോഗവും വേതനത്തിലെ ദ്രുതഗതിയിലുള്ള വളർച്ചയും കാരണം റഷ്യൻ സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് IMF കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ജൂലി കൊസാക്കും ചൂണ്ടിക്കാണിച്ചു. ശക്തമായ കോർപ്പറേറ്റ് നിക്ഷേപം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്നതായി സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. റഷ്യയുടെ ശക്തമായ ഊർജ്ജ കയറ്റുമതിയും ആഭ്യന്തര സാമ്പത്തിക നടപടികളും സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന ഘടകങ്ങളായി IMF ഇതിനു മുമ്പും ചൂണ്ടിക്കാട്ടിയിരുന്നു. ലോകബാങ്കിന്റെ ഗ്ലോബൽ എക്കണോമിക് പ്രോസ്പെക്ട്സ് പ്രകാരം റഷ്യയുടെ GDP 2025 1.6%, 2026 1.1% വർദ്ധിക്കും. അതേസമയം യുക്രൈന്റെ സ്ഥിതി നാൾക്കുനാൾ കൂടുതൽ പരിതാപകരമായാണ് തുടരുന്നത്. ബൈഡൻ പോയി ട്രംപ് വന്നതോടെ ഇനി അമേരിക്കയും യുക്രൈൻ നേതാവിനെ കൂടെ നിർത്താനുള്ള സാധ്യത വിദൂരത്താണെന്നതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. എല്ലാ പ്രതീക്ഷയും ആസ്ഥാനത്തായ യുക്രൈൻ ഭരണാധികാരി വ്ളാഡിമിർ സെലൻസ്കി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുഖാന്തരമുള്ള സമാധാന ചർച്ചകൾക്കാണ് ഊന്നൽ നൽകുന്നത്. എന്നാൽ യുദ്ധത്തിന്റെ ആരംഭത്തിലെ യുക്രൈന് കുബുദ്ധി ഉപദേശിച്ചു കൊടുത്ത അമേരിക്കയുടെ നീക്കങ്ങൾ പലതും പിന്നീട് പുറത്തു വന്നിരുന്നു. 2022 സമാധാന ചർച്ചകൾ തുടരുന്നതിന് പകരം റഷ്യക്കെതിരായ സൈനിക ശ്രമങ്ങൾ തുടരണമെന്ന് സ്ഥാനമൊഴിയുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ യുക്രൈനിനോട് ആവശ്യപ്പെട്ടതായി ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പുറത്തുവന്നിരുന്നു. 2022 അവസാനത്തിൽ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ മാർക്ക് മില്ലി യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾക്കായി നിർദ്ദേശം നൽകിയെങ്കിലും യുക്രൈൻ റഷ്യക്കെതിരെ സേനാവിന്യാസവുമായി മുന്നോട്ടു പോകണമെന്ന് ബ്ലിങ്കൻ നിർബന്ധിച്ചതായാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിലുള്ളത്. 2022 ഫെബ്രുവരിയിൽ സംഘർഷം രൂക്ഷമായതിനുശേഷം അമേരിക്ക യുക്രൈനിനായി ഏകദേശം $100 ബില്യൺ ചെലവഴിച്ചു. അതേസമയം സഖ്യകക്ഷികൾ $150 ബില്യൺ അധികമായി സംഭാവന ചെയ്തിട്ടുണ്ടെന്നും ബ്ലിങ്കൻ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പ് ബൈഡൻ ഭരണകൂടം യുക്രൈനിലേക്കുള്ള ആയുധ വിതരണം വേഗത്തിലാക്കുകയും ചെയ്തു. റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ബൈഡൻ ഭരണകൂടം യുക്രൈനിന് രഹസ്യമായി ആയുധങ്ങൾ നൽകിയിരുന്നുവെന്ന് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ബ്ലിങ്കൻ സമ്മതിച്ചു. അതേസമയം 2024 സെപ്റ്റംബർ ഡിസംബർ മാസങ്ങളിൽ റഷ്യയെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ അമേരിക്ക യുക്രൈന് നൽകിയതായി ബ്ലിങ്കൻ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്റ്റിംഗേഴ്സ്, ജാവലിൻ പോലുള്ള ആയുധങ്ങളും അമേരിക്ക യുക്രൈന് നൽകിയിട്ടുണ്ട്. റഷ്യയും യുക്രൈനും 2022 തുടക്കത്തിൽ ഇസ്താംബൂളിൽ സമാധാന ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നുവെന്നും അന്താരാഷ്ട്ര സുരക്ഷാ ഗ്യാരണ്ടികൾക്ക് പകരമായി യുക്രൈൻ നാറ്റോയിൽ ചേരാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കുകയും നിഷ്പക്ഷത സ്വീകരിക്കുകയും സൈനിക വലുപ്പം പരിമിതപ്പെടുത്തുകയും ചെയ്യാമെന്ന തരത്തിലുള്ള ഒരു ഉടമ്പടിക്ക് ഇരുപക്ഷവും താൽക്കാലികമായി സമ്മതിച്ചിരുന്നുവെന്നും സെലൻസ്കിയുടെ സഖ്യകക്ഷിയായ MPയും യുക്രൈനിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ഡേവിഡ് അരാഖാമിയ വെളിപ്പെടുത്തി. എന്നാൽ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ നിർബന്ധത്തിന് വഴങ്ങി യുക്രൈൻ പിന്നീട് ചർച്ചകളിൽ നിന്ന് പിന്മാറുകയായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു.